മധ്യേഷ്യയുടെ ഹൃദയഭാഗമായ ഉസ്ബെക്കിസ്ഥാനിലെ സമർഗണ്ടിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ യാത്ര ചെയ്താൽ ശാന്തസുന്ദരമായ കാർത്താംഗ് എന്ന ഗ്രാമത്തിലെത്താം. ഇസ്ലാമിക ചരിത്രത്തിലെ സൂര്യതേജസ്സായ ഇമാം അൽ ബുഖാരിയുടെ സ്മരണകൾ ഉറങ്ങുന്ന ലോകപ്രശസ്തമായ സ്മാരക സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. കേവലം ഒരു തീർത്ഥാടന കേന്ദ്രം എന്നതിലുപരി അറിവിനെയും വിശ്വാസത്തെയും പ്രണയിക്കുന്നവർക്ക് ഇതൊരു വികാരമാണ്. തന്റെ അവസാന നാളുകളിൽ ഇമാം ബുഖാരി അഭയം പ്രാപിച്ച ഗ്രാമമാണിത്. ഹിജ്റ 1225 വാർഷികത്തോടനുബന്ധിച്ച് 1998 ഇന്നത്തെ കാണുന്ന രൂപത്തിലുള്ള സമുച്ചയം പൂർത്തിയായത്. ഉസ്ബെക്കിസ്ഥാന്റെ തനതായ വാസ്തുവിദ്യാ സൗന്ദര്യം ഓരോ ചുവരുകളിലും തെളിഞ്ഞു നിൽക്കുന്നു. പ്രവേശന കവാടത്തിലൂടെ അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ സന്ദർശകരെ സ്വീകരിക്കുന്നത് മനോഹരമായി വെട്ടിപ്പിടിച്ച പൂന്തോട്ടങ്ങളും ആത്മീയമായ ഒരു തണുപ്പും നൽകുന്ന വായുവുമാണ്. ഈ സമുച്ചയത്തിന്റെ ഏറ്റവും ആകർഷകമായ ഭാഗം ഇതിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മക്ബറ അഥവാ മഖാമാണ്. 17 മീറ്റർ ഉയരമുള്ള ഇതിന്റെ ഭീമാകാരമായ നീല താഴികക്കുടം ആകാശത്തെ ചുംബിച്ചു നിൽക്കുന്നു. ചുവരുകൾ വിലപിടിപ്പുള്ള മാർബിളുകളും ടൈലുകളും കൊണ്ട് അലംകൃതമാണ്. എന്നാൽ നമ്മൾ കാണുന്ന സ്മാരകത്തിന് താഴെയായിട്ടാണ് ഇമാമിന്റെ യഥാർത്ഥ ഖബർ സ്ഥിതി ചെയ്യുന്നത്. ശാന്തമായ ആ അന്തരീക്ഷത്തിൽ ഇരിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹദീസുകൾ തേടി ലോകം ചുറ്റിയ ആ മഹാനുഭാവന്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. നിലവിൽ ഈ സമുച്ചയം ഒരു വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. 2021 ആരംഭിച്ച വിപുലീകരണ പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇസ്ലാമിക വൈജ്ഞാനിക കേന്ദ്രങ്ങളിലൊന്നായി മാറിക്കഴിഞ്ഞു. ഏകദേശം 44 ഹെക്ടറിൽ പരന്നുകിടക്കുന്ന ഈ പുതിയ സമുച്ചയത്തിൽ 10,000-ഓളം പേർക്ക് ഒരേസമയം നിസ്കരിക്കാൻ സൗകര്യമുള്ള പള്ളിയും 75 മീറ്റർ ഉയരമുള്ള പ്രൗഢഗംഭീരമായ മിനാരങ്ങളും ഉൾപ്പെടുന്നു. സമുച്ചയത്തിനുള്ളിലെ മ്യൂസിയവും ലൈബ്രറിയും അറിവ് അന്വേഷിക്കുന്നവർക്ക് ഒരു നിധിയാണ്. ഇമാം ബുഖാരി തന്റെ പ്രസിദ്ധമായ സ്വഹീഹുൽ ബുഖാരി ക്രോഡീകരിക്കാനായി നടത്തിയ നീണ്ട യാത്രകളുടെ ഭൂപടങ്ങളും പഴയകാല കൈയെഴുത്തുപ്രതികളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സമുച്ചയത്തിന്റെ മുറ്റത്തുള്ള പഴക്കം ചെന്ന കൂറ്റൻ വൃക്ഷങ്ങളുടെ തണലിൽ ഇരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മാനസിക സമാധാനം വിവരിക്കാനാവാത്തതാണ്. ഉസ്ബെക്കിസ്ഥാൻ സന്ദർശിക്കുന്ന ഏതൊരു സഞ്ചാരിയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഇടമാണിത്. വിശ്വാസവും വാസ്തുവിദ്യയും ചരിത്രവും ഇവിടെ ഒന്നിച്ചു ചേരുന്നു.